നമസ്കാരം. സഭാ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യം ലോക കേരള സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു IASനെ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. അതിർത്തി ഭേദമില്ലാതെ മലയാളി മനസ്സിനെ ഒപ്പം ചേർത്ത് നടത്താൻ കേരള സർക്കാർ ഒരുക്കുന്ന വിശ്വകേരളത്തിൻ്റെ പരിച്ഛേദമായ വേദിക്ക് ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് ഔദ്യോഗികമായി ഇന്ന് തുടക്കമാവുകയാണ്. വളരുന്ന ലോകത്തിനൊപ്പം അല്ലെങ്കിൽ അതിനു മുൻപേ നടക്കുന്ന മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം കൊച്ചു കേരളം പിറവിയെടുക്കുകയാണ്. അതിർത്തിക്കകത്തും പുറത്തുമുള്ള കേരളം ഒരൊറ്റ മനസ്സായി ഒരുമിക്കുന്ന ദിവസങ്ങളാണിനി. 2018 35 രാജ്യങ്ങളിലെ മലയാളി പ്രവാസികളുമായി ആരംഭിച്ച ലോക കേരള സഭ 2020 എത്തിയപ്പോൾ 48 രാജ്യങ്ങളിലായും 2022 63 രാജ്യങ്ങളായും വളർന്നപ്പോൾ ഈ 4ാം സമ്മേളനത്തിലെത്തുമ്പോൾ 100 എന്ന നിലയിലേക്ക് രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉയരുന്നത് മഹത്തായ ഈ ആശയത്തിൻ്റെ വിജയമാണ് വെളിവാക്കുന്നത്. കൂടാതെ പ്രവാസി സമൂഹത്തിനൊപ്പം വളരുന്ന നാടായി കേരളവും അഭിവൃദ്ധിയിലേക്ക് നടക്കുന്നു. സംസ്ഥാനത്തെ നിലവിലെ നിയമസഭാ അംഗങ്ങളും പാർലമെൻറ്റ് അംഗങ്ങളും ആയ 169 പേരും പ്രവാസികളായ 100 അടങ്ങുന്ന 351 ഇന്ത്യൻ പൗരന്മാരാണ് ലോക കേരള സഭയിൽ അംഗങ്ങളായിട്ടുള്ളത്. രാജ്യത്തിന് പുറത്തുള്ള 104 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 36 പേരും പ്രവാസത്തിനു ശേഷം തിരിച്ചെത്തിയ 12 പേരും പ്രവാസികളായ 30 പേരും ഇതിൽ ഉൾപ്പെടുന്നു എന്നത് പ്രവാസികളിലെ തന്നെ വിവിധ മേഖലകളിലെ പ്രാതിനിധ്യം വെളിവാക്കുന്നു. വിവിധ മേഖലകളിലെ 200ഓളം പ്രവാസി പ്രമുഖർ അടങ്ങുന്ന ഒരു സംഘം ക്ഷണിതാക്കളും അവരുടെ സാന്നിധ്യവും ലോക കേരള സഭയെ അർത്ഥവത്താക്കുന്നു. വ്യവസായികൾ, നിക്ഷേപകർ, കലാകാരന്മാർ, സംഗീതജ്ഞർ, എഴുത്തുകാർ തുടങ്ങി പ്രവാസി സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ വിശ്വകേരളത്തിൻ്റെ പരിച്ഛേദമെന്നോണം സഭയുടെ ഭാഗമാകുന്നു. കലാകാരന്മാർ, തൊഴിലാളികൾ, ഗദ്ദാമ്മമാർ, സാങ്കേതിക വിദഗ്ധർ ഇവരെല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നു. ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രവാസമെന്ന കടമ്പ താണ്ടുമ്പോഴും ഓരോ അണുവിലും നാടിനെ ഒപ്പം കൂട്ടിയ ഓരോ പ്രവാസിയുടെയും കൂടിയാണ് നമ്മുടെ കേരളം. നിർവഹണത്തിനടക്കം അവർക്ക് കൂടി അർഹമായ പങ്കാളിത്തം നൽകേണ്ടത് അനിവാര്യമാണെന്ന് നമ്മുടെ സർക്കാർ തിരിച്ചറിഞ്ഞു. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാകുമ്പോൾ മലയാളി പ്രവാസികൾക്കും കേരളത്തിനും ഭാവി തലമുറയ്ക്കും ഊഷ്മളമായ പുതുവഴിയാണ് ഇവിടെ സാധ്യമാകുന്നത്. 15ാം കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിയമസഭാ നേതാവുമായ ശ്രീ പിണറായി വിജയൻ, പ്രവാസികളടക്കമുള്ള മറ്റംഗങ്ങൾ, വിശിഷ്ട അതിഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ 4ാം ലോക കേരള സഭാ സമ്മേളനത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നടത്തുന്നു. അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിച്ച് ലോകമാകെ പടർന്നു കിടക്കുന്ന മലയാളി സമൂഹത്തിന് ഒത്തുചേരാനുള്ള ഒരൊറ്റ വേദിയായ ലോക കേരള സഭയ്ക്ക് പ്രവാസികളുടെ നേട്ടങ്ങൾ സ്വീകരിച്ചു വളരുന്ന നാട് പ്രവാസിയെ തന്നെ സ്വീകരിക്കാൻ ഒരുക്കുന്ന ആഗോള സംഗമത്തിന് ഹൃദയം നിറഞ്ഞ ഭാവുകങ്ങൾ. സഭാ നടപടികൾ ആരംഭിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട സ്പീക്കറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും എത്തിച്ചേർന്ന ലോക കേരള സഭാംഗങ്ങൾക്ക് എൻ്റെ ഹാർദമായ സ്വാഗതം. നമ്മുടെ പ്രവാസി സമൂഹത്തിനെ ബാധിച്ച അഗാധമായൊരു ദുരന്തത്തിൻ്റെ നിഴലിൽ നിന്നാണ് ഇന്ന് നാം നാലാമത് ലോക കേരള സഭയുമായി ഒത്തുചേരുന്നത്. കുവൈത്തിലുണ്ടായ നിർഭാഗ്യകരമായ തീപിടുത്തത്തിൽ അനേകം മലയാളികൾ ഉൾപ്പെടെ 49 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഓരോ കുടിയേറ്റ തൊഴിലാളിയും കേവലം വ്യക്തികൾ മാത്രമല്ല, നമ്മെ സംബന്ധിച്ചവർ അവരുടെ കുടുംബങ്ങളുടെയും നട്ടെല്ലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും പരിപാലകരും കൂടിയാണ്. അവരുടെ കുടുംബങ്ങൾക്ക് എൻ്റെയും അഗാധമായ അനുശോചനം അറിയിക്കുന്നു. സങ്കല്പിക്കാനാവാത്ത ദുഃഖത്തിൻ്റെ ഈ സമയത്ത് കേരള ഗവൺമെൻറ് നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയുക. നയരൂപകർത്താക്കളെന്ന നിലയിൽ ഈ ദുരന്തം നമ്മുടെ കുടിയേറ്റ തൊഴിലാളികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യത്തെ അടിവരയിടുന്നു. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന്, വിദേശത്ത് മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും, കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനും ലോക കേരള സഭയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നടത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അനുശോചനം അറിയിക്കുവാനായി ഞാൻ ക്ഷണിക്കുന്നു. കുവൈത്ത് അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിൽ ലോക കേരള സഭയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സഭാ നടപടികൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി പ്രസീഡിയം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ ഡോക്ടർ എം.എ. യൂസഫ് അലി, ഡോക്ടർ രവി പിള്ള, നോർക്ക റെസിഡൻസ് വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, നോർക്ക ഡയറക്ടർമാരായ ശ്രീ എം അനിരുദ്ധൻ, ശ്രീ ജെ കെ മാനോൻ, ശ്രീ ഒ വി മുസ്തഫ, ശ്രീ സി വി റപ്പായി, ലോക കേരള സഭയുടെ പേരിൽ എല്ലാവരെയും ഞാൻ ഹാർദമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സഭയുടെ അംഗങ്ങളായ ജനപ്രതിനിധികളെ പ്രതിനിധീകരിച്ചെത്തിച്ചേർന്ന രാജ്യസഭാ അംഗം MP ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, MLA ഡോക്ടർ KT ജലീൽ എന്നിവരെയും പ്രസിദ്ധീകരിക്കാൻ ക്ഷണിക്കുകയാണ്. ലോകമാകെ പടർന്നു കിടക്കുന്ന മലയാളികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുവാനായി ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന പ്രവാസി പ്രതിനിധികളായ ശ്രീ KG സജീവ്, ശ്രീമതി ജോവീറ്റ തോമസ്, ഡോക്ടർ ബാബു സ്റ്റീഫൻ, ശ്രീമതി വിദ്യ അഭിലാഷ് എന്നിവരെയും ഒരു ഇതര ഇന്ത്യൻ സംസ്ഥാന പ്രതിനിധി ശ്രീ കോകുലം ഗോപാലൻ, തിരികെ വ്യക്തിയുടെ പ്രതിനിധി ശ്രീ KV അബ്ദുൽ ഖാദർ എന്നിവരെയും ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓരോ പ്രവാസിയും പലതരം വെല്ലുവിളി അതിജീവിച്ചാണ് കേരളത്തിന് പുറത്ത് സ്വന്തമായി ഒരിടം നേടുന്നത്. ഇവരൊത്തുകൂടുന്ന ഓരോ സ്ഥലങ്ങളും ഒരു കൊച്ചു കേരളം സൃഷ്ടിക്കുന്നു. ഈ പുറം കേരളങ്ങളെ കേരള സർക്കാരായി ബന്ധിപ്പിച്ച് നിർത്തുവാൻ ഇത്തരം ഒരു കൂട്ടായ്മ അനിവാര്യമാണ്. ഇതിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുൻകൈ സൃഷ്ടിച്ച സംവിധാനമാണ് ലോക കേരള സഭ. പ്രസിഡന്റിലേക്ക് ക്ഷണിച്ച സഭാപ്രതിനിധികളുടെ മേഖലാ വൈവിധ്യം നിറഞ്ഞതാണ്. ലോക കേരള സഭയുടെ വ്യക്തിമുദ്ര
നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ മൂന്നാമത് സഭയിൽ 63 രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ നാലാമത് സഭയിൽ നാം ഒത്തുചേരുമ്പം 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ കേരള സഭയിൽ പങ്കെടുക്കുന്നത്. വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ്, അഭിമാനകരമായ നേട്ടമാണ്. സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിൽ വലിയൊരു സംഭാവന പ്രവാസി മലയാളികൾ. നാടിന് ഇത്രത്തോളം ഗുണപരമായി സ്വാധീനിക്കുന്ന നിങ്ങൾ പ്രവാസി മലയാളികൾക്ക് നയരൂപീകരണ വേളയിൽ പ്രാതിനിധ്യം കിട്ടാറില്ല. നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കി നടപ്പിലാക്കുക വഴി ഇതിനൊരു ബദൽ സംവിധാനമായി മാറുന്ന കേരള സഭ. ഇതുകൊണ്ട് തന്നെ സഭയിലുള്ള ഓരോ അംഗങ്ങളും ഇന്ന് നടക്കുന്ന 8 വിഷയങ്ങൾ അധിഷ്ഠിച്ച ചർച്ചകളിൽ 7 മേഖലാ സമ്മേളനങ്ങളിലും നിങ്ങളുടെ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തെ മലയാളി പ്രവാസി സമൂഹത്തിൻ്റെ പ്രതിനിധികളായി പങ്കെടുക്കുവാൻ ക്ഷണിക്കുന്നു. ഇങ്ങനെ പ്രവാസ നയരൂപീകരണ രംഗത്ത് ഒരു സംസ്ഥാന സർക്കാരിനും എന്തൊക്കെ ചെയ്യാം എന്ന് കേരള സർക്കാർ ലോകത്തെ കേരള സഭ വഴി കാട്ടിക്കൊടുക്കുകയാണ്. മലയാളികൾ വസിക്കുന്ന എല്ലാ ഇടങ്ങളിലും നമുക്ക് എത്തിച്ചേരുവാനാവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് സഭാ നടപടികളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗം നടത്തുവാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നന്ദി. സഹോദരീ സഹോദരന്മാരെ, കുവൈറ്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഞെട്ടിക്കുന്ന ദുരന്തത്തിൻ്റെ നിഴലിലായിപ്പോയി നമ്മുടെ ഈ കേരള സഭ. മംഗഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഇതേവരെയുള്ള കണക്കനുസരിച്ച് 50 ജീവനുകളാണ് പൊലിഞ്ഞത്. അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. അവരെല്ലാവരുടെയും സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ബന്ധുക്കളുടെ കടുത്ത ദുഃഖത്തിൽ നാടിനോടൊപ്പം നാം പങ്കുചേരുന്നു. ഇന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ ചേതനയറ്റ ശരീരം എത്തിച്ചേരുകയുണ്ടായി. അവർക്കെല്ലാം അവിടെ പോയി ആദരാഞ്ജലികൾ അർപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനം തുടങ്ങുന്നതിന് വൈകിയത്. തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതമാണ് സഹായം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതവും നൽകുന്നതാണ്. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത്. ആ മന്ത്രിസഭാ യോഗം തന്നെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോകുന്നതിനും തീരുമാനിച്ചിരുന്നു. പക്ഷേ എയർപോർട്ട് വരെ എത്തിയ അവർക്ക് അതിനപ്പുറം പോകാനായില്ല. അത് മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ക്ലിയറൻസ് വേണം. ആ ക്ലിയറൻസ്
കിട്ടുമെന്ന പ്രതീക്ഷയിൽ സാധാരണഗതിയിൽ പോകാം. പക്ഷേ പോകുന്നതിന് മുൻപ് ക്ലിയറൻസ് ഉണ്ടാകില്ല എന്ന അറിയിപ്പ് തന്നെ കിട്ടി. നിഷേധിച്ച മറുപടി കിട്ടി. ഇപ്പോൾ ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഔചിത്യമോ അനൗചിത്യമൊന്നും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളെന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ. അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുന്നു. അവിടെ ഈ നില വെച്ച് ചോദിക്കാമല്ലോ, എന്താണ് പോയിട്ട് പ്രത്യേകം ചെയ്യാനുള്ളത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണത്. ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക, നമ്മുടെ സാന്നിധ്യത്തിലൂടെ സഹതാപം അറിയിക്കുക. ഇവിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുടെ കാര്യം, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിന് പറയാനുള്ള കാര്യം, അതെല്ലാം സാധാരണഗതിയിൽ അറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കും. പക്ഷേ എന്തു ചെയ്യാം, നിഷേധിച്ചു കളഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ആ വന്ന ബോഡിയൊക്കെ ഏറ്റുവാങ്ങുന്ന നിലയാണുണ്ടായത്. ഇവിടെ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നോർക്കയിലൂടെ 5 ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രവാസി വ്യവസായി MA യൂസഫ് അലി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രവാസി വ്യവസായിയായ രവിപിള്ള 2 ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും നമ്മുടെ സഭയുടെ അംഗങ്ങളാണ്. ഇവിടെ പ്രസിഡ്യത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. രണ്ടാൾക്കും 2 രീതിയിലുള്ള അസുഖം പിടിപെട്ടതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഉണ്ടായത്. യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അതാണ് അവരിന്നത്തെ പരിപാടിയിലില്ലാത്തത്. അതേപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ സജീവമായിട്ടുണ്ടാകുന്ന ഡോക്ടർ ആസാദ് മൂപ്പനും യാത്ര ചെയ്യാനുള്ള പ്രയാസം കാരണം, അതും ഒരു പ്രത്യേക അസുഖത്തിൻ്റെ കാരണമാണ്, അദ്ദേഹത്തിനും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 പേരോടും ലോക കേരള സഭയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് എത്തിയത് നമ്മുടെ 23 സഹോദരങ്ങളുടെ ചേതനയേറ്റ ശരീരമാണ്. 7 തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഒരു കർണാടകത്തിൽ നിന്നുള്ളയാളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര വിദേശകാര്യ വകുപ്പിലെ സഹമന്ത്രിയും കുവൈത്ത് സന്ദർശിച്ച്
ആ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ വന്നിറങ്ങിയിരുന്നു. അദ്ദേഹവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട്. കുവൈറ്റ് ഫലപ്രദമായി തന്നെ ഈ അപകടം നടന്നതിന് ശേഷം ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ അപകടം നടന്നതറിഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ എംബസി മുഖേന നീക്കിയിട്ടുണ്ട്. ഒരു കേന്ദ്ര സഹമന്ത്രി തന്നെ അവിടെ പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊന്ന് ഇനി ആവർത്തിക്കാതിരിക്കാൻ, വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ എല്ലാ കരുതലും എടുക്കേണ്ടതുണ്ട്. കുവൈറ്റ് നല്ല രീതിയിലാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രതികരിച്ചിട്ടുള്ളത്. ഫലപ്രദമായ ഇടപെടൽ കുവൈറ്റ് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാവാൻ ഇടയായത്? സാധാരണഗതിയിലുള്ള പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ? അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ ഉത്തരവാദികൾ ആരാണ്? അതുപോലുള്ള കാര്യങ്ങളിൽ ഗൗരവമായ തുടർ നടപടികൾ കുവൈറ്റ് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അവരുടെ ആദ്യത്തെ പ്രതികരണം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ജീവിതം കരുപ്പിടിപ്പിക്കാനാണ് പ്രവാസികളായവരിൽ മഹാഭൂരിഭാഗവും പ്രവാസ ജീവിതം നയിക്കുന്നത്. വിഷമകരമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ ആ കൂട്ടത്തിലുണ്ട്. ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഇപ്പോഴും വല്ലാതെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നതാണ്. അതൊരു അച്ഛൻ്റെ നിലവിളിയായിരുന്നു അവിടെ നിന്നുകൊണ്ട്. അദ്ദേഹം അവിടെ ജോലി ചെയ്തു, പിരിഞ്ഞു, മകനെ അവിടെ കൊണ്ടുപോയി ചേർത്തു, ഇങ്ങ് പോന്നു. കുറച്ച് നാളേ ആയിട്ടുള്ളൂ. പിന്നെ സ്വീകരിക്കുന്നത് ആ മകൻ്റെ ശവശരീരമാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ കഥകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഇതിൽ മതിയായ നഷ്ടപരിഹാരം എന്ത് കൊടുത്താലും ജീവന് പകരമാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അത്തരം കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാക്കണം. അത് കുവൈറ്റ് സർക്കാർ സ്വാഭാവികമായും അത്തരം നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇന്ത്യ ഗവൺമെൻറ്
കുവൈത്തുമായി ബന്ധപ്പെട്ട് ആ നടപടികൾ ത്വരിതപ്പെടുത്തണം. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് ഇതുമായി നഷ്ടപരിഹാരം നൽകാൻ ബാധ്യപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും കൃത്യമായി നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടിയും കുവൈത്തിൽ സ്വീകരിക്കണം. അതിനെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സംയോജിതമായ ഇടപെടലുണ്ടാവണം. ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവുമെല്ലാം ഒരേ മനസ്സോടെ ഏകോപിച്ച് നീങ്ങുകയാണ് വേണ്ടത്. സംസ്ഥാനത്തിന് പ്രത്യേകിച്ചൊന്നും മറ്റൊരു രാജ്യത്തിനകത്ത് ചെയ്യാൻ കഴിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും രാജ്യമെന്ന നിലക്ക് ഇന്ത്യ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടതെങ്കിലും അവിടെ ജീവിക്കുന്നവരിൽ നല്ലൊരു ഭാഗം ഇവിടെയുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ എന്നത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. അതൊന്നും വേണ്ട എന്നൊരു സമീപനം ഇതുപോലൊരു കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഔചിത്യമല്ല എന്ന് മാത്രം ഇപ്പോൾ ഇവിടെ നല്ല ഇടപെടലുകൾ അവിടെ രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്കിലൂടെ ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിലൂടെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പുമായി കേരള സർക്കാരിൻ്റെ പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് ഈ സമയങ്ങളിൽ നിരന്തരമായി ബന്ധം പുലർത്തി വരികയും ചെയ്തിരുന്നു. നമുക്ക് ഏത് ദുരന്തം ഉണ്ടായാലും അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മുടെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് സമ്മേളന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. സമ്മേളന നടപടികൾ നമുക്ക് വളരെ വൈകിയാണ് ആരംഭിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 4:15 എത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് ഔചിത്യമാവുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. ആ സംശയം കാരണമാണ് ഒറ്റവാചകത്തിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചത്. കാരണം ധാരാളം നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കാനാവണം. അപ്പോൾ ഒരു രാത്രി 10 മണി 11 മണിയൊക്കെ ആവുമ്പോൾ പ്രവാസികളായവർക്ക് അതൊരു വലിയ സമയമല്ല. കാരണം അവരെ സമയമായിട്ട് ബന്ധപ്പെടുത്തിയാൽ അത് പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലാണല്ലോ, അതുകൊണ്ട് അത് കുറച്ചൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ ആ പ്രയാസം ഇന്ന് സഹിക്കലേ നമുക്ക് മാർഗമുള്ളൂ. കാരണം ഈ സഭാ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും
ചിതറിക്കിടക്കുന്ന ഒരു ഭാഷാ സമൂഹമാണ്. ഈ തരത്തിൽ ഏതെങ്കിലും കൂട്ടരെ കാണുന്നത് തന്നെ അപൂർവമായിരിക്കും. അപ്പോൾ ലോകത്തെമ്പാടുമായി പറന്നു കിടക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ലോക കേരള സഭ എന്ന പേരിൽ ഇന്നിവിടെ സമ്മേളിക്കുകയാണ്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് തീർച്ചയായും അഭിമാനകരമായ കൂടിച്ചേരലാണ്. ഈ സഭയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒന്നുകൂടി ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ. കേരളത്തെ ലോകത്തെമ്പാടും എത്തിച്ച കേരളീയരുടെ പ്രവാസ ചരിത്രത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. എന്നാൽ ലോകമാകെയുള്ള നാലാമത്തെ സമ്മേളനമാണ്, അതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സമ്മേളനത്തോടൊപ്പം ലോക കേരള സഭയുടെ സമീപന രേഖയും സമർപ്പിക്കപ്പെടുകയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് കേരളീയർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചേക്കേറിയത്. ബർമ്മ, സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം. പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി. പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി. പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ രൂപാന്തരപ്പെടുമ്പോഴെല്ലാം പ്രവാസി മലയാളികളുടെ കഴിവും വൈദഗ്ധ്യവും കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക ഘടനയെ ഒന്നാകെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനുള്ള ഉപാധിയായി പ്രവാസത്തെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പ്രവാസികളിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്നും മുന്നിൽ തന്നെയായിരുന്നു. പ്രതിഭയുടെ കാര്യത്തിൽ അത്തരമൊരു വരവുണ്ടായില്ല. പ്രവാസികൾ പുറത്തേക്ക് പോകുന്നു, പണം സമ്പാദിക്കുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, കുറച്ചു കാലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ജീവിക്കുന്നു. ഇതായിരുന്നു നേരത്തെയുള്ള സ്ഥിതി. എന്നാൽ ലോകത്തെ മികവുറ്റ ഗവേഷണ കേന്ദ്രങ്ങളിൽ, മികവുറ്റ എഞ്ചിനീയറിംഗ് കമ്പനികളിൽ, മികവുറ്റ സേവന മേഖലകളിൽ എല്ലാം മലയാളിയുടെ വിരൽപ്പാട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൻ്റെ മുന്നേറ്റത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നോ? ആ ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി പറയേണ്ടി വരുന്ന കാലമുണ്ടായിരുന്നു.
ഈ സാഹചര്യത്തിലാണ് പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള ആശയങ്ങളെയും പ്രതിഭകളെയും നമ്മുടെ സാമൂഹിക ഘടനയിലേക്ക് സ്വാംശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോക കേരള സഭയ്ക്ക് രൂപം നൽകുന്നത്. വിദേശത്തുള്ളവരുടെ പ്രജ്ഞയെയും പ്രതിഭയെയും നമ്മുടെ വിജ്ഞാന സമൂഹത്തിനായി, പുതിയ തലമുറക്കായി ഉപയോഗിക്കാൻ നടപടിയെടുക്കുന്നതിനാണ് അതിലൂടെ നമുക്ക് സാധിച്ചത്. അതേപോലെ തന്നെ വിദേശത്തുള്ളവരുടെ വിഭവങ്ങൾ, അവരുടെ കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതും നാം ഗൗരവമായി എടുക്കുകയുണ്ടായി. മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസ ക്ഷേമകാര്യങ്ങൾക്ക് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചിലത് ചെയ്യാനും ഈ ഘട്ടത്തിൽ നമുക്ക് സാധിച്ചു. ഇപ്പോൾ പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനായി പ്രവാസി സമൂഹത്തെ കൂടെ കൂട്ടുന്നതിനും അതോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു പൊതുവേദി എന്ന നിലക്കാണ് ലോക കേരള സഭയെ നാം കണ്ടത്. ഈ സഭ രൂപീകൃതമായതിനു ശേഷം 3 സമ്മേളനങ്ങളും 3 മേഖലാ സമ്മേളനങ്ങളുമാണ് ഇതുവരെ നടന്നത്. അവയിലെല്ലാം എടുത്ത തീരുമാനങ്ങൾ നല്ല നിലയിൽ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ലോക കേരള സഭയുടെ സമ്മേളനങ്ങളിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ നിക്ഷേപം, ക്ഷേമം, നൈപുണ്യ വികസനം, സംസ്കാരം എന്നിങ്ങനെയുള്ള മുഖ്യ രംഗങ്ങളായി തരംതിരിച്ചു. അവയ്ക്ക് പ്രാവർത്തിക രൂപം നൽകാൻ 7 മേഖലാ കേന്ദ്രീകൃത സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ലോക കേരള സഭയുടെ സെക്രട്ടേറിയറ്റ് അവയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായാണ് ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ്, NRI നിർമ്മാണ കമ്പനി, NRI സഹകരണ സൊസൈറ്റി, നോർക്ക റൂട്ട്സിൽ ആരംഭിച്ച വിമൻ സെൽ, CDSലെ അന്താരാഷ്ട്ര മൈഗ്രേഷൻ സെൻറ്റർ, ലോക മലയാളം എന്ന പ്രസിദ്ധീകരണം, ഇവയെല്ലാം യാഥാർത്ഥ്യമായത്. നോർക്കയുടെ ജോബ് പോർട്ടൽ പ്രവാസികളാകാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് വേണ്ടി നടത്തുന്ന നൈപുണ്യ വികസന പരിപാടികൾ, മലയാളി നഴ്സുമാരെ ജർമ്മനിയിൽ ജോലിക്കയക്കുന്ന ട്രിപ്പിൾ വിൻ പ്രോജക്റ്റ്, തൊഴിൽ റിക്രൂട്ട്മെൻറ്റിനായി ജപ്പാൻ, ദക്ഷിണ കൊറിയ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുമായി ഏർപ്പെടുത്തിയിട്ടുള്ള കരാർ, പ്രവാസി ലീഗൽ എയ്ഡ് സെൽ, കോവിഡ് ഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക്, സാന്ത്വനം പദ്ധതി, നോർക്ക ഡെവലപ്മെൻറ്റ്
നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ്, ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, പ്രവാസി ഡിവിഡൻഡ് സ്കീം ഇവയും ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങളെയും പ്രവാസികളുടെ പ്രശ്നങ്ങളെയും സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തോടെ കണ്ടതിൻ്റെ ഭാഗമായി ഫലവത്താക്കിയതാണ്. മൂന്നാം ലോക കേരള സഭയുടെ ഭാഗമായി നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. അവയിൽ ഭൂരിഭാഗം നിർദ്ദേശങ്ങളിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സുപ്രധാന നിർദ്ദേശമായിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ ഓൺലൈൻ സ്പേസ് എന്നത്. പ്രവാസികളുടെ ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളുടെ കൈമാറ്റത്തിനും സാംസ്കാരിക വിനിമയത്തിനുമായി ലോക കേരളം ഓൺലൈൻ എന്ന പേരിൽ വിപുലമായൊരു സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നോർക്ക റൂട്ട്സിൻ്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 2 വർഷത്തിലധികമായി മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾക്കും 6 മാസത്തിലധികമായി ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന മലയാളികൾക്കും ഈ പോർട്ടൽ ഉപയോഗപ്പെടുത്താം. പ്രവാസികൾക്ക് പ്രാഥമിക വിവരങ്ങൾ നൽകിയോ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ചോ ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാം. സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അംഗത്വം നൽകൂ. ഇതിലൂടെ വ്യക്തികളുടെയും സംഘടനകളുടെയും വിശ്വാസ്യത ഉറപ്പാക്കാൻ സാധിക്കുന്നു. പ്രവാസി സംഘടനകൾ, ലോക കേരള സഭാ അംഗങ്ങൾ ഇവരുടെ സഹായത്തോടെ പരമാവധി പ്രവാസികളെ ഇതിൻ്റെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലോക കേരള സഭയുടെ നിർദ്ദേശപ്രകാരം പ്രവാസികളുടെ വിപുലമായ വിവരശേഖരണം ലക്ഷ്യമിട്ട് കേരള മൈഗ്രേഷൻ സർവേ 2023 സംഘടിപ്പിക്കാനായി. പ്രവാസികളെ സംബന്ധിക്കുന്ന വിവരങ്ങളിലെ വ്യക്തതക്കുറവ് പ്രവാസ നയരൂപീകരണത്തിലടക്കം വിലങ്ങുതടിയായിരുന്ന സാഹചര്യത്തിലാണ് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തിറക്കിയത്. 1998 മുതൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ സർവേ നടന്നിരുന്നു. പക്ഷേ പ്രവാസികളെ സംബന്ധിക്കുന്ന കൃത്യവും ആധികാരികവുമായ വിവരങ്ങളുടെ അപര്യാപ്തത ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മൂന്നാം ലോക കേരള സഭയുടെ ഭാഗമായി ആധികാരികമായ ഒരു കേരള മൈഗ്രേഷൻ സർവേ എന്ന ആശയം ഉയർന്നു വന്നത്. ആ നിർദ്ദേശമാണ് നടപ്പാക്കിയിരിക്കുന്നത്. പ്രവാസി സമൂഹത്തെക്കുറിച്ച് ഇത്തരമൊരു ആധികാരിക രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നുവെന്നതിൽ ലോക കേരള സഭയ്ക്ക് തന്നെ അഭിമാനിക്കാം. 20,000 കുടുംബങ്ങളിൽ നിന്നാണ് വിശദമായ വിവരശേഖരണം നടത്തിയത്. അങ്ങനെ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത്രയേറെ കുടുംബങ്ങളുടെ പങ്കാളിത്തം സർവേയുടെ ആധികാരികതയും കൃത്യതയും വർദ്ധിപ്പിക്കുകയാണ്.
കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം സംബന്ധിച്ച വിവരങ്ങൾ ഇതിലുണ്ട്. കോവിഡ് മഹാമാരി പ്രവാസികൾക്കുണ്ടാക്കിയ പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള അപഗ്രഥനവും അതിലുണ്ട്. കുടിയേറ്റം, മടങ്ങിവരവ്, വിദേശ നാണ്യത്തിൻ്റെ വരവ് എന്നിവയിലെ സമീപകാല പ്രവണതകൾ പരിശോധിക്കുന്നതിനും ഈ സർവേയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സർവേ റിപ്പോർട്ടിൽ നിന്നുള്ള ചില കാര്യങ്ങൾ: കേരളത്തിൽ നിന്ന് കുടിയേറിയവരുടെ എണ്ണം 1998 14 ലക്ഷമായിരുന്നു. 2013 ആയപ്പോൾ അത് 24 ലക്ഷമായി മാറി. എന്നാൽ 2018 അത് 21 ലക്ഷമായി ചുരുങ്ങി. മാറിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യാ വിധാനം, ആഗോള സാമ്പത്തിക പ്രതിസന്ധി, ഗൾഫ് നാടുകളിലുണ്ടാകുന്ന സ്വദേശീവൽക്കരണം, തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ, ഇവയെല്ലാം പ്രവാസികളുടെ എണ്ണത്തിന് കുറവ് വരുത്തി എന്നാണ് വിലയിരുത്തുന്നത്. 2018 ശേഷമാണ് കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗണുമെല്ലാം പ്രവാസികളുടെ വൻതോതിലുള്ള മടങ്ങിവരവിനിടയാക്കിയത്. ഇക്കാലത്ത് മലയാളികൾ തിരിച്ചു വന്നതിൽ ഏകദേശം 65% പേർ മാത്രമാണ് തിരികെ പോയത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ കുടിയേറ്റ നിരക്ക് 2018 സമാനമാണ്. അതായത് പ്രതികൂല സാഹചര്യത്തിലും മലയാളി പ്രവാസം പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് ചേക്കേറിയവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ്. 20 ലക്ഷത്തോളം കേരളീയർ വിദേശ രാജ്യങ്ങളിൽ കുടുംബമായി ചേക്കേറുകയോ അതിനൊരുങ്ങുകയോ ചെയ്യുന്നുവെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. കുടിയേറ്റവും കുടിയേറ്റക്കാരുടെ എണ്ണവും വർദ്ധിച്ചതിനൊപ്പം തന്നെ പ്രവാസി പണത്തിലും നല്ല തോതിൽ വർധനവുണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. 2018 85,092 കോടി രൂപയായിരുന്നു കേരളത്തിലെത്തിയിരുന്ന പ്രവാസി പണം. എന്നാൽ കഴിഞ്ഞ വർഷം അത് 2,16,893 കോടിയായി കുതിച്ചുയർന്നിട്ടുണ്ട്. അതായത് 85,092 നിന്നാണ് 2,16,893 കോടിയിലേക്കുള്ള വർധനവ്. അതായത് 5 വർഷത്തിനിടെ ഏകദേശം 155% വർധനവ്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഗൾഫിൽ മാത്രമായി ഒതുങ്ങാതെ മറ്റനേകം രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന പ്രവണത മലയാളികളിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രവാസി വരുമാനം കൂടുതലായി എത്തുന്നതിന് അത് വഴിയൊരുക്കിയിട്ടുണ്ട്. മൂന്നാം ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങളിൽ ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാസി യുവസംരംഭകർക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനായി സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി എന്ന പദ്ധതി ആരംഭിച്ചു. വിദേശ മലയാളികളെ സംരംഭകത്വത്തിലേക്ക് ആകർഷിക്കുക, ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള വിദേശ ഇന്ത്യക്കാരിൽ നിന്നും കേരളാടിസ്ഥാന സ്റ്റാർട്ടപ്പുകൾക്ക്
നിക്ഷേപം ലഭ്യമാക്കുക, കേരളാടിസ്ഥാന സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രവർത്തന സ്ഥലവും ഉപഭോക്താക്കളെ ബന്ധപ്പെടുന്നതിനുള്ള സൗകര്യവും ലഭ്യമാക്കുക, ഇത്തരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം പാലിക്കണമെങ്കിൽ ഇനി നീട്ടാതിരിക്കണം. ഇനിയും ധാരാളം പ്രശ്നങ്ങൾ പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. കുടിയേറ്റ നിയമത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ പ്രവാസികൾ രാജ്യത്തിന് നൽകുന്ന പണം അതിനനുസരിച്ച് ഉള്ള പ്രതികരണം തിരിച്ച് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. കൃതജ്ഞതയ്ക്ക് പകരം കൃതജ്ഞത ഉണ്ടാകുന്നു എന്നതാണ് അനുഭവം. ഏതെല്ലാം ഘട്ടത്തിൽ പ്രവാസികളെ പിഴിയാൻ പറ്റുമോ അതാണ് യാത്രാ ചെലവിലൊക്കെ ചില പ്രത്യേക ഘട്ടങ്ങളിലുണ്ടാകുന്ന ഭീമമായ വർധനവ് കാണിക്കുന്നത്. അതോടൊപ്പം പ്രവാസി ക്ഷേമത്തിന് സ്വീകരിക്കേണ്ട നടപടികൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാനം ചിലത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതേയില്ല. ഇതുപോലുള്ള അനേകം പ്രശ്നങ്ങൾ പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയുണ്ട്. അവയെല്ലാം നിങ്ങൾ തന്നെ ഗൗരവമായി ചർച്ച ചെയ്യുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാൻ പുറപ്പെട്ടാൽ, അവതരിപ്പിക്കണമെന്നുണ്ടായിരുന്നു രാവിലെ ആയിരുന്നുവെങ്കിൽ, പക്ഷേ ഇപ്പോൾ അവതരിപ്പിച്ചാൽ വല്ലാത്ത സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ നവകേരള നിർമ്മിതിയാണ് നാം ലക്ഷ്യമിട്ടിട്ടുള്ളത്. അപ്പോൾ പ്രവാസി ക്ഷേമവും അതോടൊപ്പം വിജ്ഞാന സമൂഹം, വിജ്ഞാന സമ്പദ്ഘടന, ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ പതിയേണ്ടത് എന്നത് നാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിൽ ഈ പറഞ്ഞ ഓരോന്നിലും കൂട്ടായി എന്താണ് ചെയ്യാൻ കഴിയുക, ആ കാര്യവും ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോക കേരള സഭയുടെ ഈ 4ാം സമ്മേളനം അതെല്ലാം ചിന്തിക്കാനുള്ള ഒരവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എങ്ങനെ ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അർത്ഥപൂർണവും സമഗ്രവും വ്യാപകവുമാക്കാം, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായി സമ്മേളനത്തിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി സർക്കാർ കാത്തിരിക്കുന്നുവെന്നാണ് അറിയിക്കാനുള്ളത്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായും ലോക കേരള സഭയുടെ സമീപന രേഖ സമർപ്പിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സർ. കേരള മൈഗ്രേഷൻ സർവേ 2023 റിപ്പോർട്ട് സമർപ്പണമാണ് ഇനി. കുടിയേറ്റ പഠന വിദഗ്ധനും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയറുമായ ഡോക്ടർ ഇരുദയ രാജൻ
കേരള മൈഗ്രേഷൻ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരും കാപ്പി